നമസ്കാരം. ഞാൻ മുരളികൃഷ്ണൻ, മലപ്പുറം ജില്ലയിലെ കാളികാവിലാണ്. ഞാനൊരു പെയിന്റിംഗ് തൊഴിലാളിയാണ്. എനിക്ക് യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്. Tells a tale the whole city knows. Rhythms in the shadows where the cold wind blows. Life's a gamble on these streets, anything goes. Boom bap echoes through the alleys at night. Soulful samples lift the darkness to light. Deep kicks pounds like a heartbeat fight. These gritty vibes keep my story inside. നിലവിലിപ്പോ ഞാൻ 7 രാജ്യങ്ങളോളം യാത്ര ചെയ്തു. ഇപ്പൊ ഈ ഹോൺബിൽ ഫെസ്റ്റിവല്, ഈ കഴിഞ്ഞ ഹോൺബിൽ ഫെസ്റ്റിവലിന് വേണ്ടി ഇപ്പോ അടുത്തൊരു യാത്ര നടത്തി. അതിന്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ 4 മാസമായിരുന്നു. 14 വർഷത്തോളം പഴക്കമുള്ള ഒരു ബൈക്കുമായിട്ട് 12 ദിവസം ഇവിടുന്ന് ഓടിച്ചാണ് ഞാൻ നാഗാലാൻഡിൽ എത്തിയിട്ടുള്ളത്. പിന്നെ നാഗാലാൻഡ് മൊത്തം കറങ്ങിയതിന് ശേഷം ബാക്കിയുള്ള സംസ്ഥാനങ്ങളും കൂടി കറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അരുണാചലിൽ പോയി. അത് മൊത്തം കറങ്ങിയതിന് ശേഷം പിന്നെ ആസാം, അതുപോലെ മേഘാലയ, സിക്കിം, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്ര, അങ്ങനെയുള്ള ഒരുപാട് സംസ്ഥാനങ്ങളും കൂടി കറങ്ങി. പിന്നെ ഞാൻ ഭക്ഷണത്തിനൊക്കെ അവിടെ വളരെ ചെലവ് കൂടുതലാണ്. അങ്ങനത്തെ സമയങ്ങളിലൊക്കെ സ്വന്തമായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വീടുകളിൽ താമസിച്ചിട്ടുണ്ട്. അവർ ഭക്ഷണം തന്നിട്ടുണ്ട്. അവിടുത്തെ പല കൾച്ചറൽ പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങളാണ്. അവരൊക്കെ ഒരു സ്വന്തം വീട്ടുകാരെന്നുള്ള രീതിയിലാണ് കണ്ടിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് അസമിൽ കയറിയ സമയത്ത് പിന്നെ ഞാൻ നല്ലൊരു വീഴ്ച വീണു. അങ്ങനെ ആളുകളൊക്കെ ഓടിക്കൂടി. ആ സമയത്ത് ഏതാണ് മതം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ചില മോശം അനുഭവങ്ങൾ. അതുപോലെ ബാഗ് അരുണാചലിൽ വെച്ചുകൊണ്ട് ബാഗ് മോഷണം പോയി. പിന്നെ അത് തിരിച്ചു കിട്ടുകയും ചെയ്തു. അതിൽ കാര്യമായിട്ടൊന്നും സാധനങ്ങളൊന്നുമില്ല, ടൂൾസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തിരിച്ചു കിട്ടുകയും ചെയ്തു. അങ്ങനത്തെ ചെറിയ മോശം അനുഭവങ്ങൾ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് അടിപൊളിയാണ്. ഇന്ത്യയിൽ ഏത് ഭാഗത്ത് പോവുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും പോലെ നല്ല ആളുകളുടെ മനോഭാവത്തിലൊക്കെ വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. ഈ 4 മാസത്തെ യാത്രയിൽ ഞാൻ 10 ദിവസമാണ് റൂമിൽ നിന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ ടെന്റ് അടിച്ചാണ് നിന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ ഒരുപാട് ചൈന ബോർഡറുകളിലൊക്കെ പോയിട്ടുണ്ട്. സിക്കിമിലാണെങ്കിലും അരുണാചലിലാണെങ്കിലും ഒക്കെ. ഈ നല്ല മഞ്ഞ് വീഴ്ചയുള്ള സമയത്ത് ബ്ലാക്ക് ഐസ് ആകുമ്പോൾ അത് കാണൂല. പക്ഷെ പല സ്ഥലങ്ങളിലും ഞാൻ സ്കിഡായി വീണിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവിടേക്ക് എത്തിയിട്ടുള്ളത്. 15,000 അടിക്ക് മുകളിലാണ് അവിടത്തേക്കൊരു ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാർ. ഞാൻ ഹോൺബിൽ ഫെസ്റ്റിവലിലൊക്കെ വെച്ചിട്ട് ഒരുപാട് മലയാളികളെ കണ്ടു. അവിടുത്തെ പകുതി ആളുകൾ മലയാളികളാണ്. അപ്പോൾ മലയാളികൾ ഒരുപാട് ആളുകൾ യാത്രയെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. ഇപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇതുകൊണ്ടൊന്നും ഒരിക്കലും അവസാനിക്കില്ല. ഇനിയും വീണ്ടും ഇന്ത്യയിലും യാത്ര ചെയ്യും. അതുപോലെ വിദേശത്തും ഒരുപാട് യാത്ര ചെയ്യാനുള്ള ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അത് നടക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.